ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം പരിശോധിച്ച് കേന്ദ്ര സർക്കാർ. സ്ഥിതി വിലയിരുത്താൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. കേന്ദ്രം വിളിച്ച സർവകക്ഷി യോഗം അല്പസമയത്തിനകം. സന്നാഹങ്ങൾ ഒരുക്കി സർവ്വസജ്ജമായിരിക്കണമെന്ന് സേനകളോട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. കശ്മീർ അതിർത്തിയിലെങ്ങും നിതാന്ത ജാഗ്രത. വ്യോമമേഖലകളിൽ കർശന നിരീക്ഷണം. 27 വിമാനത്താവളങ്ങൾ ശനിയാഴ്ച പുലർച്ചെ 5 മണി വരെ അടച്ചു. തിരിച്ചടി കിട്ടിയിട്ടും പാഠം പഠിക്കാതെ പാകിസ്ഥാൻ. ഇന്നും പ്രകോപനം. നിയന്ത്രണ രേഖയിൽ പലയിടത്തും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം. ലാൻസ് നായിക് ദിനേശ് കുമാറിന് വീരമൃത്യു. ഗുരുദ്വാരകൾക്ക് നേരെയും ആക്രമണം. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിൽ പ്രതികാര മുന്നറിയിപ്പുമായി അൽ ഖ്വയ്ദ. ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തു വാർത്താക്കുറിപ്പ്. ഇന്ത്യൻ മിസൈലുകൾ തകർത്ത ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നത് ബഹാവൽപൂരിലെയും മുറുദ്കയിലെയും ദൃശ്യങ്ങൾ. ജെയ്ഷെ ആസ്ഥാനം പൂർണ്ണമായും തകർന്നടിഞ്ഞതായി ദൃശ്യങ്ങളിൽ വ്യക്തം. പഹൽഗാം കൂട്ടക്കൊല നടത്തിയ ഭീകര സംഘ നേതാവ് സജ്ജാദ് ഗുൾ കേരളത്തിലും പഠിച്ചു. ബാംഗ്ലൂരുവിൽ MBA കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ. ഭീകരനാകും മുമ്പ് കശ്മീരിൽ ലാബ് നടത്തിയിരുന്നതായും സ്ഥിരീകരണം. പാകിസ്ഥാനിൽ ഇന്നും സ്ഫോടനം. ലാഹോറിൽ 3 സ്ഫോടനമുണ്ടായതായി പാക് മാധ്യമങ്ങൾ. വാൾട്ടൺ വ്യോമത്താവളത്തിന് സമീപത്ത് നിന്ന് സൈറൻ മുഴങ്ങിയെന്നും ദൃക്സാക്ഷികൾ. സംഭവം ലാഹോറിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നതിനിടെ. സംഘർഷം യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാൻ ഇടപെടലുമായി ലോകരാജ്യങ്ങൾ. ഇന്ത്യ തിരിച്ചടിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ്. ഭീകരതയെ ചെറുക്കാൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ബ്രിട്ടൻ. ആശങ്ക രേഖപ്പെടുത്തി UN. ഇന്ത്യയുമായി ആശയവിനിമയം നടത്തി ചൈന. ഇറാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ.